ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു 10-20 ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിതാ ഇതുപോലൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോവാൻ പാടില്ല. 1-2 ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കൂടുതലായിട്ട് പേസ്റ്റായിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. എന്നാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയും വേണം. ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് വലിയ ജീരകല്ലേ അത് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഇതൊരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടില്ലേ, ആ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒരു മിനിറ്റ് നേരമൊക്കെ ഒന്ന് സിമ്മിലിട്ടിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതാ ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളി മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി നല്ലോണം അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു തക്കാളിയും കൂടെ നല്ലപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരിഞ്ഞെടുത്ത തക്കാളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മൂടി വെച്ച് കൊടുത്താൽ നമുക്കിത് വേഗം തന്നെ കുക്കായി കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി ഇതാ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനൊന്ന് ഇട്ട് കൊടുക്കാം. കറി വെക്കാൻ പറ്റുന്ന ഏത് മീനും ഇതിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതാ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ 2 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പച്ചമുളകും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് പുളിവെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയുള്ള വീഡിയോ. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിൽ ഒരു കിടിലൻ മീൻകറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.